യുവതികൾക്ക് രാത്രിയോ പകലോ സുരക്ഷിതമായി പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത നാട്. എവിടെയും കഴുകൻ കണ്ണുകൾ. ആക്രമിക്കാൻ ലക്ഷ്യമിട്ട ലഹരി സംഘങ്ങളും ഇതര സംസ്ഥാനക്കാരും. ഈ പകൽ കൊച്ചി കളമശ്ശേരിയിലും ഇടുക്കി മുരിക്കാശ്ശേരിയിലും ഉണ്ടായത് കേട്ടാൽ ഭയം തോന്നുന്ന സംഭവങ്ങളാണ്. കളമശ്ശേരിയിൽ വൈകിട്ട് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുകയായിരുന്ന യുവതിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമമുണ്ടായി. ഇടുക്കിയിൽ രാവിലെ പള്ളിയിലേക്ക് നടന്നു പോകുമ്പോഴാണ് യുവതിയെ ആക്രമിക്കാൻ ശ്രമിച്ചത്. ഈ നാട്ടിൽ പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും ആര് സുരക്ഷിതത്വം നൽകും? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. യുവതികൾക്ക് ഈ നാട്ടിൽ രാത്രിയിലും പട്ടാപ്പകലും രക്ഷയില്ല. സ്കൂളിലേക്കും ജോലി സ്ഥലത്തേക്കും തനിച്ച് നടന്നു പോകുന്നവർ സൂക്ഷിക്കുക. കൊച്ചി കളമശ്ശേരിയിൽ വൈകുന്നേരമാണ് കാറിലെത്തിയ 5 അംഗ സംഘം യുവതിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത്. ജോലി കഴിഞ്ഞ് റോഡിലൂടെ നടന്നു പോകുമ്പോഴായിരുന്നു സംഭവം. ഇത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് യുവതി അക്രമികളിൽ നിന്നും രക്ഷപ്പെട്ടത്. പിന്നാലെ നാട്ടുകാർ വാഹനം തടഞ്ഞു നിർത്തി പ്രതികളെ പിടികൂടി പോലീസിന് കൈമാറി. ഇവർ കഞ്ചാവ് ലഹരിയിലാണ് അതിക്രമം നടത്തിയതെന്നാണ് പോലീസ് നൽകുന്ന വിവരം. കൊച്ചി കളമശ്ശേരിയിൽ വൈകിട്ട് 6 മണിയോടെ ജോലി കഴിഞ്ഞ യുവതി ഓഫീസിൽ നിന്നും വീട്ടിലേക്ക് നടന്നു പോവുകയായിരുന്നു. ആ സമയം വഴി സൈഡിൽ കാറിൽ കാത്തിരുന്ന 5 അംഗ സംഘം യുവതിയോട് മോശമായി സംസാരിച്ചു. പിന്നാലെ കളമശ്ശേരി സ്വദേശിനിയായ യുവതിയെ കാറിലേക്ക് വലിച്ചു കയറ്റാൻ ശ്രമിച്ചു. ഇവർ ബഹളം വെച്ചതോടെ നാട്ടുകാർ ഓടിക്കൂടുകയും 5 അംഗ സംഘം കാറിൽ രക്ഷപ്പെടുകയും ചെയ്തു. പിന്നാലെ നാട്ടുകാർ ബൈക്കിൽ പിന്തുടർന്ന് അക്രമികളെ പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെ ആളുകളെ വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്താനും നീക്കമുണ്ടായി. പിന്നീട് നാട്ടുകാർ ഇവരെ തടഞ്ഞു വെക്കുകയും പോലീസിൽ വിവരമറിയിക്കുകയുമായിരുന്നു. അതിനിടെ 5 അംഗ സംഘത്തിൽ ഒരാൾ ഓടി രക്ഷപ്പെട്ടു. മറ്റ് 4 പേരെയും കളമശ്ശേരി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇവർ കഞ്ചാവ് ലഹരിയിലായിരുന്നു എന്നാണ് നാട്ടുകാർ നൽകുന്ന വിവരം. അക്രമികൾ നിരവധി കേസുകളിൽ പ്രതികളെന്നും സൂചനയുണ്ട്. ഇവരെ വിശദമായി ചോദ്യം ചെയ്യുകയാണ്. രക്ഷപ്പെട്ടയാൾക്ക് വേണ്ടി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. സംഭവത്തിൽ കളമശ്ശേരി പോലീസ് യുവതിയുടെ മൊഴി രേഖപ്പെടുത്തി. പ്രതികൾ വാഹനത്തിലേക്ക് വലിച്ചു കയറ്റി തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടത്തിയെന്നാണ് യുവതി പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. ന്യൂസ് 18 കൊച്ചി. നഗരപ്രദേശങ്ങളിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലും സ്ത്രീകളെയും പെൺകുട്ടികളെയും ആക്രമിക്കാൻ കഴുകൻ കണ്ണുകളോടെ അക്രമികൾ പതിയിരിക്കുന്നുണ്ട്. തനിച്ച് റോഡിലൂടെ നടന്നു പോകുന്നവർ കൂടുതൽ ജാഗ്രത പുലർത്തുക. ഇടുക്കിയിൽ രാവിലെ പള്ളിയിലേക്ക് നടന്നു പോകുകയായിരുന്ന യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചത് ഇതര സംസ്ഥാന തൊഴിലാളിയാണ്. യുവതിയുടെ തലമുടിയിൽ പിടിച്ചു വലിച്ചു നിർത്തിയ ശേഷം ഇയാൾ ആക്രമിക്കാൻ ശ്രമിക്കുകയായിരുന്നു. യുവതി കുതറി മാറി സമീപത്തുള്ള വീട്ടിലേക്ക് ഓടിക്കയറിയതുകൊണ്ടാണ് രക്ഷപ്പെട്ടത്. പിന്നാലെ ലേബർ ക്യാമ്പിൽ നിന്നാണ് പ്രതി ജാർഖണ്ഡ് സ്വദേശി ബെഞ്ചമിൻ ബെസ്കിയെ മുരിക്കാശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇടുക്കി ഉദയഗിരിയിൽ പുലർച്ചെയാണ് സംഭവം. പള്ളിയിൽ പ്രാർത്ഥനയിൽ പങ്കെടുക്കാനായി പോയ ഉദയഗിരി സ്വദേശിയായ യുവതിയെ ജാർഖണ്ഡ് സ്വദേശിയായ ബെഞ്ചമിൻ ബെസ്കി പിന്നിൽ നിന്ന് കടന്നുപിടിക്കുകയായിരുന്നു. വെട്ടിച്ചു മാറാൻ ശ്രമിച്ച യുവതിയുടെ തലമുടിയിൽ പിടിച്ചു വലിച്ചു നിർത്തിയ ശേഷം ഇയാൾ ആക്രമിക്കാൻ ഒരുങ്ങി. തള്ളി മാറ്റിയ ശേഷം സമീപത്തെ വീട്ടിലേക്ക് യുവതി ഓടിക്കയറിയതോടെ ഇയാൾ ഓടി രക്ഷപ്പെട്ടു. തോപ്രാംകുടിക്ക് സമീപം പെരുന്തൊട്ടിയിലെ ലേബർ ക്യാമ്പിലെത്തിയ പ്രതിയെ മുരിക്കാശ്ശേരി പോലീസ് എത്തിയാണ് പിടികൂടിയത്. ബെഞ്ചമിൻ ബെസ്കി കഴിഞ്ഞ 7 വർഷമായി ഇവിടെ താമസിച്ച് സമീപത്തെ കൃഷിയിടങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. ഭാര്യയൊപ്പമുണ്ടായിരുന്നെങ്കിലും തെരഞ്ഞെടുപ്പിന് ഇരുവരും നാട്ടിൽ പോയ ശേഷം ഇയാൾ മാത്രമാണ് തിരികെ എത്തിയത്. മുരിക്കാശ്ശേരി സബ് ഇൻസ്പെക്ടർ KD മണിയന്റെ നേതൃത്വത്തിൽ SI-മാരായ ജോഷി മാത്യു, DGP വർഗീസ്, ചന്ദ്രൻ, അൻവർ, സിവിൽ പോലീസ് ഓഫീസർമാരായ പ്രിൻസ്, ജോബിൻ, സംഗീത എന്നിവരുൾപ്പെട്ട സംഘമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു.
ന്യൂസ് 18 ഇടുക്കി. സംസ്ഥാനത്ത് പോലീസുകാർക്കിപ്പോൾ ബെസ്റ്റ് ടൈമാണ്. ഗുണ്ടാബന്ധമുള്ളവരും കൈക്കൂലിക്കാരും നാട്ടുകാർക്ക് നേരെ മെക്കിട്ട് കയറുന്നവരും ഇനി സൂക്ഷിച്ചോ. ഏറ്റവും ഒടുവിൽ കോഴിക്കോട് ബാലുശ്ശേരി പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് SI ആണ് പണി ചോദിച്ചു വാങ്ങിയത്. കഴിച്ച ഭക്ഷണത്തിന്റെ പണം ചോദിച്ചതിന് ഗ്രേഡ് SI ആയ രാധാകൃഷ്ണൻ ഹോട്ടലിൽ അതിക്രമം കാട്ടിയിരുന്നു. ഇയാൾ മദ്യപിച്ച് ലക്കുകെട്ട് ഹോട്ടലിലെത്തി അതിക്രമം കാണിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നു. ഇതോടെ SIയെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അതിനിടെ കേസ് ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട്. ബാലുശ്ശേരി അറപ്പീടികയിലുള്ള ഹോട്ടലിലെത്തി ഭക്ഷണം കഴിച്ച് പാർസലും വാങ്ങി മടങ്ങാൻ ഒരുങ്ങവെയാണ് ജീവനക്കാർ പണം ആവശ്യപ്പെട്ടത്. മദ്യലഹരിയിൽ രോഷാകുലനായ രാധാകൃഷ്ണൻ ജീവനക്കാരെ അസഭ്യം പറയുകയും ഹോട്ടലിൽ അതിക്രമം കാണിക്കുകയും ചെയ്തു. CCTV ദൃശ്യങ്ങളടക്കം ഹോട്ടൽ ഉടമകൾ പരാതി നൽകിയതിനെ തുടർന്നാണ് ബാലുശ്ശേരി പോലീസ് ഇയാൾക്കെതിരെ കേസെടുത്തത്. ഭവനഭേദനം, ഭീഷണിപ്പെടുത്തൽ, പൊതുസ്ഥലത്ത് മദ്യപിച്ച് ബഹളം വെക്കൽ തുടങ്ങിയ വകുപ്പുകളാണ് രാധാകൃഷ്ണനെതിരെ ചുമത്തിയത്. കോഴിക്കോട് റൂറൽ SP-യുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഉത്തരമേഖല IG ഇയാളെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. ഭക്ഷണം പാർസൽ വാങ്ങിയ ശേഷം പണം ഹോട്ടൽ ഉടമ തരുമെന്നാണ് രാധാകൃഷ്ണൻ ജീവനക്കാരോട് സ്ഥിരമായി പറഞ്ഞിരുന്നത്. ശല്യം സഹിക്കാൻ വയ്യാതായതോടെ പണം നൽകാതെ ഇനി മുതൽ ഭക്ഷണം നൽകരുതെന്ന് ഉടമ ജീവനക്കാരെ അറിയിച്ചിരുന്നു. ഇതേ തുടർന്നാണ് ജീവനക്കാർ പണം ആവശ്യപ്പെട്ടത്. അതേസമയം കേസ് ഒത്തുതീർപ്പാക്കാനുള്ള നീക്കങ്ങളും നടക്കുന്നുണ്ട്. ന്യൂസ് 18 കോഴിക്കോട്. കോഴിക്കോട്ടെ പ്രമുഖ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകാരനും വ്യവസായിയുമായ മാമി എന്ന മുഹമ്മദ് ആട്ടൂരിനെ കാണാതായിട്ട് 10 മാസമാകുന്നു. 2023 ഓഗസ്റ്റ് 21 പള്ളിയിൽ നിന്നിറങ്ങിയ മാമിയെ പിന്നീട് ആരും കണ്ടിട്ടില്ല. എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചത്? നടക്കാവ് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഒരു തുമ്പ് പോലും കണ്ടെത്താൻ കഴിയാത്തതിൽ കുടുംബം ആശങ്കയിലാണ്. കേസന്വേഷണം CBIക്ക് വിടണമെന്ന ആവശ്യവുമായി മാമിയുടെ കുടുംബം രംഗത്തെത്തി. മാമിയുടെ തിരോധാനത്തിന് പിന്നാലെ നിരവധി ഊഹാപോഹങ്ങൾ ചില കേന്ദ്രങ്ങളിൽ നിന്നും പ്രചരിപ്പിച്ചിരുന്നു. ഇതിലും പോലീസ് ദുരൂഹത സംശയിക്കുന്നുണ്ട്. കോഴിക്കോട്ടെ ഏറ്റവും പ്രമുഖനായ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകാരനായിരുന്നു മാമി എന്ന മുഹമ്മദ് ആട്ടൂർ. കോടികളുടെ സമ്പാദ്യം, നഗരത്തിലെ കണ്ണായ ഇടങ്ങളിലെല്ലാം വസ്തുവകകൾ, വിപുലമായ സൗഹൃദ വലയം. 2023 ഓഗസ്റ്റ് 21 അരയിടത്ത് പാലത്തെ ഓഫീസിൽ നിന്നും സമീപത്തെ പള്ളിയിൽ പോയി മടങ്ങിയ മാമിയെ പിന്നീട് ആരും കണ്ടിട്ടില്ല. നഗരഹൃദയത്തിൽ നിന്ന് പെട്ടെന്നൊരാൾ മാഞ്ഞു പോയിട്ടും CCTV ദൃശ്യങ്ങളിലൊന്നും പതിയാത്തതിൽ ദുരൂഹതയുണ്ടെന്ന കുടുംബം. 2023 ഓഗസ്റ്റ് 21 രാവിലെ എന്നും പതിവ് പോലെ പോകുന്നത് പോലെയാണ് ഹസ്ബൻഡ് പോയത്. പക്ഷേ പോയി കഴിഞ്ഞതിന് ശേഷം എപ്പോഴും നമ്മളിങ്ങനെ കോണ്ടാക്റ്റ് ഉണ്ട്. പോയി കഴിഞ്ഞ ശേഷം അന്ന് പിന്നെ 21 തിങ്കളാഴ്ച 3 പ്രാവശ്യം എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഇവിടെ ഒരു ഗസ്റ്റ് വരുന്നു പറഞ്ഞത് കൊണ്ട് അതെന്തായി എന്നറിയാനാണ് ഈ വിളിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി അവർക്ക് വേണ്ടി കൊടുക്കേണ്ട എല്ലാ കാര്യങ്ങളും പിന്നെ എല്ലാം റെഡിയായോ എന്നറിയാനാണ് ഈ വിളിക്കുന്നത്. അങ്ങനെ പിന്നെ 11 മണിക്ക് വിളിച്ച്, 2 മണിക്ക് വിളിച്ചു, പിന്നെ 4 മണിക്ക് എന്നെ വിളിച്ചിട്ടുണ്ട്. പിന്നെ 7 മണിയാകുമ്പോൾ ഞാൻ ഈ ഗസ്റ്റുകൾ ഇവിടെ വന്നിരുന്നിട്ടുള്ള പിന്നെ ഫോട്ടോസൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ ചോദിച്ച് ഹലോ സോറി കേട്ടോ എല്ലാവരും എത്തി, എനിക്ക് എത്താൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് ഞാൻ പിന്നെ എത്താൻ ലേറ്റ് ആവട്ടോ എന്ന് പറഞ്ഞു. സാധാരണ അങ്ങനെ പറയുന്നതാണ്, ലേറ്റ് ആവട്ടോ എന്ന് പറഞ്ഞ്. അപ്പോൾ എനിക്ക് തോന്നി ഞാനൊരു 7:45 പിന്നെ 7:30 തൊട്ട് 7:30, 7:45, 8, 8:30, 9, 9:30, 10, 12 മണി വരെ ഞാൻ വിളിച്ചിട്ട് എനിക്ക് കിട്ടിയില്ല. കുടുംബം നൽകിയ പരാതിയെ തുടർന്ന് നടക്കാവ് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ 30 കിലോമീറ്റർ അകലെ തലക്കുളത്തായിരുന്നു മാമിയുടെ മൊബൈൽ ഫോൺ അവസാനമായി പ്രവർത്തിച്ചതെന്ന് കണ്ടെത്തി. കുടുംബം പലവട്ടം വിളിച്ചെങ്കിലും കാണാതാവുന്ന സമയത്ത് മാമിയുടെ 2 മൊബൈൽ ഫോണുകളും സ്വിച്ച്ഡ് ഓഫ് ആയിരുന്നുവെന്നും വ്യക്തമായി. ഈ ഭാഗത്ത് നിന്നും മാമി സഞ്ചരിച്ച കാറും കണ്ടെത്തി. പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞു, അവിടുന്ന് ഇറങ്ങിയെന്നാണ് ഇമാമ പോലീസിനോട് പറഞ്ഞത് നമ്മൾ കണ്ടിട്ടുണ്ടെന്ന്. അപ്പം അവിടുന്ന് ഡയറക്റ്റ് നടന്നു കഴിഞ്ഞാൽ ഇപ്പോൾ കാർ അവിടെ പാർക്കിങ്ങിൽ നിർത്തിയിട്ടുണ്ട്. കീയും ഫോണും കയ്യിൽ പിടിച്ചിട്ടാണ് പോയത്.
അപ്പം അത് പിടിച്ചിട്ട് റൈറ്റിലേക്ക് നടന്നു പോകുന്ന ആ പിക്ചറാണ് നമുക്കുള്ളത്. റൈറ്റിലേക്ക് പോയാൽ അവിടെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലാണ്, ലെഫ്റ്റ് സൈഡിൽ പെട്രോൾ പമ്പാണ്. അപ്പം ഈ രണ്ടിലും CCTVs, കോഴിക്കോട് ടൗൺ ആണ്, അരിയടുത്ത് പാലാണ്, ഈ രണ്ട് സ്ഥലത്തും കംപ്ലീറ്റ് CCTV ഉള്ള ഒരു ടൈമാണ്. അപ്പം അവിടെ നോക്കിയപ്പം ആ രണ്ട് സ്ഥലത്തും പോലീസ് പറഞ്ഞ് നമുക്ക് ഒരു വിഷ്വൽസ് അവിടെ നിന്ന് കിട്ടിയിട്ടില്ല. അപ്പം പെട്ടെന്ന് തന്നെ ഒരു തെളിവും ഇല്ലാണ്ട് ഒരാൾ എവിടെ പോയി എന്നുള്ള ക്വസ്റ്റ്യനാണല്ലോ നമുക്ക് വരുന്നത്. മാമിയുടെ തിരോധാനത്തിന് പിന്നിലെ നിരവധി ഊഹാപോഹങ്ങളും ചില കേന്ദ്രങ്ങൾ പ്രചരിപ്പിച്ചിരുന്നു. അടുത്ത ബന്ധമുള്ള ചില സുഹൃത്തുക്കളുടെ മൊഴി വിശ്വസിച്ച ഹൈദരാബാദിലേക്കടക്കം പോലീസ് പോയതിനാൽ തലക്കുളത്തെത്തിയുള്ള തെളിവ് ശേഖരണം വൈകി. കോഴിക്കോട് ബീച്ചിൽ ഒരു പെൺകുട്ടിയോടൊത്ത് കണ്ടെന്ന വാക്ക് വിശ്വസിച്ച് ആ വഴിയിലും അന്വേഷണം നടത്തി സമയം പാഴാക്കി. അന്വേഷണം വഴിതെറ്റിക്കാൻ ബോധപൂർവമായിരുന്നു ഇത്തരം ആരോപണങ്ങളെന്നാണ് കുടുംബം പറയുന്നത്. പോലീസിന്റെ ഒരു ഗോൾഡൻ ഹവേഴ്സ് ഉണ്ട്. അത് ഈ ഫാബ്രിക്കേറ്റഡ് സ്റ്റോറീസ്, ഈ അലഗേഷൻ കാരണം പോലീസിന്റെ ആ ഒരു ഗോൾഡൻ മൊമെന്റ്, ഗോൾഡൻ ടൈം അവർക്ക് മിസ്സായി എന്ന് നമ്മളോട് CI പറയുന്നുണ്ട്. അപ്പോൾ അതിന്റെ പിന്നാലെ അവർ പോയതുകൊണ്ട് അവർക്ക് തെളിവുകൾ മീൻസ് ഒന്ന് കഴിഞ്ഞാൽ ഒരു സ്റ്റോറി കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് 1 by 1 ഒന്ന് കഴിഞ്ഞാൽ അടുത്തത് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവരെ കേസിന്റെ ഡ്യൂറേഷൻ കൂടാണ്. എൻ്റെ ലൈഫിൽ എനിക്ക് ഉപ്പാക്ക് ഒരു പ്രശ്നം വന്നാലും അത് എത്ര നീറ്റായിട്ട് ഉപ്പാക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്ന് അറിയുന്ന ഒരാളാണ് ഞാൻ. അപ്പം അതിനെക്കൊണ്ട് ഒരിക്കലും ഒരു എസ്കേപ്പ്, ഒരു ലൈഫിൽ ഒരു പ്രശ്നം വരുമ്പോൾ അതിന് എസ്കേപ്പ് ചെയ്യാന്നുള്ള അങ്ങനത്തെ ഒരു വ്യക്തി എൻ്റെ ഒപ്പം അങ്ങനെയല്ല. മാമിയെ കൊട്ടേഷൻ സംഘം തട്ടിക്കൊണ്ടുപോയതാണെന്ന സംശയം ഉയർന്നിരുന്നു. ഇക്കാര്യം സ്ഥിരീകരിക്കുന്നതിന് കുപ്രസിദ്ധ ഗുണ്ടാ നേതാവിന് ഏതാനും ആളുകൾ ചേർന്ന 10 ലക്ഷം രൂപ നൽകിയതായി കഴിഞ്ഞ ദിവസം വിവരം പുറത്തു വന്നിരുന്നു. ഈ ഇടപാടിലെ പണത്തിന്റെ ഉറവിടവും പണം നൽകിയവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. ന്യൂസ് 18 കോഴിക്കോട്. കൊച്ചിയുടെ ഉറക്കം കെടുത്തിയ രാത്രികൾ, പട്ടാപ്പകലും ഭീതിപ്പെടുത്തിയ വാർത്തകൾ, ഗുണ്ടാ കൊട്ടേഷൻ സംഘങ്ങൾ അഴിഞ്ഞാടിയ നാളുകൾക്ക് പോലീസ് കൂച്ചുവിലങ്ങിടുമോ? ഗുണ്ടകളെ അമർച്ച ചെയ്യാൻ കൊച്ചി സിറ്റി പോലീസ് നടപ്പാക്കിയ ജിയോ ടാഗിംഗ് സംവിധാനം പൂർത്തിയായിരിക്കുന്നു. ഇതോടെ സിറ്റി പരിധിയിലുള്ള ഗുണ്ടകളെ നിരന്തരം നിരീക്ഷിക്കാനുള്ള സംവിധാനമാണ് സജ്ജമായത്. ഇങ്ങനെ ക്രൈം നിരക്ക് കുറയ്ക്കാൻ കഴിയുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ. നഗരത്തിന്റെ ഡിജിറ്റൽ മാപ്പിൽ തന്ത്രപ്രധാന മേഖലകളുമായി ബന്ധപ്പെടുത്തിയാണ് ജിയോ ടാഗിംഗ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഗുണ്ടകളുടെ പ്രവർത്തന മേഖലകളും ഒളിയിടങ്ങളും അടയാളപ്പെടുത്തുന്ന സംവിധാനമാണിത്. സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ, ബീച്ച്, പാർക്ക്, സ്റ്റേഡിയം, തിയേറ്ററുകൾ, കോളനികൾ, രാത്രി മുഴുവൻ തുറന്നിരിക്കുന്ന തട്ടുകടകൾ എന്നിവ അടിസ്ഥാനമാക്കിയാണ് ജിയോ ടാഗിംഗ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇത്തരത്തിൽ 1275 ലൊക്കേഷനുകളാണ് ടാഗ് ചെയ്തിട്ടുള്ളത്. ഇതുപയോഗിച്ച് നഗരത്തിന്റെ ഏതു മേഖലയിൽ പ്രശ്നങ്ങളുണ്ടായാലും ഈ പ്രദേശത്തെ സ്ഥിരം കുറ്റവാളികളിലേക്ക് വളരെ വേഗം എത്താനാകും. 1.5 മാസം മുൻപ് മട്ടാഞ്ചേരിയിലാണ് പൈലറ്റ് പദ്ധതി തുടങ്ങിയത്. തുടർന്ന് മറ്റ് 3 സബ് ഡിവിഷനുകളും പദ്ധതി പൂർത്തിയാക്കി. കൊച്ചിയിലാണ് കേരളത്തിൽ ആദ്യമായി ജിയോ ടാഗിംഗ് നടപ്പിലാക്കുന്നത്. സിറ്റി പോലീസ് കമ്മീഷണറുടെ മേൽനോട്ടത്തിൽ 4 അസിസ്റ്റന്റ് കമ്മീഷണർമാർക്കാണ് പദ്ധതിയുടെ ചുമതല. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും SHOമാർക്കും കൺട്രോൾ റൂമിനും പട്രോളിംഗ് സംഘങ്ങൾക്കും ലൊക്കേഷൻ ലഭ്യമാക്കിയിട്ടുണ്ട്. കൃത്യമായ ഇടവേളകളിൽ ഗുണ്ടകളെ ലൊക്കേഷനുകളിലെത്തി നിരീക്ഷിക്കും. സജീവമായി ഗുണ്ടാ പ്രവർത്തനം നടത്തിവരുന്നവരെ ആഴ്ചയിലൊരിക്കൽ പോലീസ് ഉദ്യോഗസ്ഥർ കണ്ടിരിക്കണമെന്നാണ് വ്യവസ്ഥ. അവർ നിരീക്ഷണത്തിലാണെന്ന് മനസ്സിലാക്കുമ്പോൾ കുറ്റകൃത്യങ്ങൾ കുറയുമെന്നാണ് കരുതുന്നത്. ഇതിലൂടെ കൂടുതൽ മേഖലകളിലേക്ക് പോലീസ് സാന്നിധ്യം ഉറപ്പിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് 18 കൊച്ചി. റോഡിൽ ഗതാഗത നിയമം ലംഘിച്ച് വിലസാമെന്ന് ആരും ഇനി കരുതേണ്ട. പോലീസും മോട്ടോർ വാഹന വകുപ്പും കണ്ണടച്ചാലും എല്ലാം നോക്കിക്കണ്ട് ഹൈക്കോടതി മുകളിലുണ്ട്. കഴിഞ്ഞ ദിവസം കാറിൽ സ്വിമ്മിംഗ് പൂൾ നിർമ്മിച്ച ബ്ലോഗർ സഞ്ജു ടെക്കിക്കെതിരെ കോടതി കേസെടുത്തിരുന്നു. പിന്നാലെ കേസ് പരിഗണിക്കവേ മോട്ടോർ വാഹന വകുപ്പിനെതിരെ രൂക്ഷ വിമർശനവും ഉണ്ടായി. മാറ്റം വരുത്തിയ വാഹനങ്ങൾ ഉപയോഗിച്ച വിഷയത്തിൽ എന്ത് നടപടിയെടുത്തെന്ന് ഹൈക്കോടതി ചോദിച്ചു. ഗതാഗത കമ്മീഷണർ നേരിട്ട് വിശദീകരണം നൽകണമെന്നും കോടതിയുടെ നിർദ്ദേശമുണ്ട്.
കാറിൽ സ്വിമ്മിംഗ് പൂൾ നിർമ്മിച്ച ബ്ലോഗർ സഞ്ജു ടെക്കിക്കെതിരെയുള്ള കേസ് പരിഗണിക്കവെ മോട്ടോർ വാഹന വകുപ്പിനെ അതിരൂക്ഷമായാണ് ഹൈക്കോടതി വിമർശിച്ചത്. മാറ്റം വരുത്തിയ വാഹനങ്ങൾ ഉപയോഗിക്കുന്നതിൽ എന്ത് നടപടിയെടുത്തെന്ന് ഹൈക്കോടതി ചോദിച്ചു. ഇക്കാര്യം ഗതാഗത കമ്മീഷണർ നേരിട്ട് ഹാജരായി വിശദീകരിക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടു. ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. ഗതാഗത കമ്മീഷണർ അടുത്ത വ്യാഴാഴ്ച ഹാജരാകണമെന്നാണ് ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശം. സാമൂഹ്യ മാധ്യമങ്ങളിലെ വീഡിയോകളിൽ സ്വീകരിച്ച നടപടികൾ അറിയിക്കണമെന്നും ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ എന്ത് നടപടിയെടുത്തെന്ന് അറിയിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. നിയമലംഘകർക്കെതിരെ സർക്കാർ ഒരു നടപടിയും എടുത്തില്ലെന്നും മുൻ ഉത്തരവുകൾ സർക്കാർ നടപ്പാക്കിയിട്ടില്ലെന്നും ഹൈക്കോടതി വിമർശിച്ചു. വാഹനങ്ങളിൽ ഫ്ളാഷ് ലൈറ്റ് ഉപയോഗിക്കുന്നതിലും വിമർശനമുണ്ട്. ഫ്ളാഷ് ലൈറ്റ് ഉപയോഗിച്ചാൽ എതിരെ വരുന്ന വാഹനങ്ങളിലെ ഡ്രൈവർമാർക്ക് കണ്ണ് കാണുമോയെന്നും കോടതി ആരാഞ്ഞു. ഫ്ളാഷ് ലൈറ്റുകൾ അപകടത്തിന് കാരണമാകുന്നുണ്ട്. ആഫ്റ്റർ മാർക്കർ, LED, നിയോൺ ലൈറ്റുകൾ തുടങ്ങിയവ ഘടിപ്പിക്കുന്നവർക്കെതിരെയും നടപടിയെടുക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. വ്ളോഗർമാർ വാഹനങ്ങൾ ഉപയോഗിക്കുന്നതിലെ നിയമവിരുദ്ധത ശ്രദ്ധയിൽപ്പെട്ടാൽ കോടതി നേരിട്ട് നടപടിയെടുക്കും. വ്ളോഗർമാർക്ക് ഹൈക്കോടതി നോട്ടീസ് അയക്കുമെന്നും ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. നെടുമ്പാശ്ശേരി കേന്ദ്രീകരിച്ചുള്ള അവയവക്കടത്ത് കേസിൽ പിടിയിലായതോടെയാണ് ഹൈദരാബാദ് സ്വദേശി വെള്ളമുണ്ട രാംപ്രസാദ് എന്ന പ്രതാപിനെ കുറിച്ച് നമ്മൾ കേട്ടു തുടങ്ങിയത്. അവയവ കച്ചവടത്തിനായി ഇറാനിലേക്ക് മനുഷ്യക്കടത്ത് നടത്തുന്ന റാക്കറ്റിലെ പ്രധാനി. ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തതിൽ നിന്ന് നിർണായക വിവരങ്ങളാണ് അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നത്. കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിലേക്ക് അവയവം മാറ്റിവെക്കുന്നതിനായി വിദേശികളെ എത്തിക്കുന്നതായി പ്രതി മൊഴി നൽകിയിട്ടുണ്ട്. കേരളത്തിൽ റാക്കറ്റിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ആശുപത്രികളെക്കുറിച്ചുള്ള വിവരങ്ങളും പ്രതാപിൽ നിന്നും പോലീസിന് ലഭിച്ചു. ആലുവ റൂറൽ SP വൈഭവ് സക്സേനയുടെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ തുടരുന്നത്. പ്രതാപിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂട്ടുപ്രതികളായ തൃശൂർ വല്ലപ്പാട് സ്വദേശി സാബിത്ത്, എടത്തല സ്വദേശി സജിത്ത് എന്നിവരെയും വീണ്ടും ചോദ്യം ചെയ്തു. മൂവരുടെയും മൊഴികളിലെ പൊരുത്തക്കേട് പരിശോധിച്ച് വേണ്ടിവന്നാൽ മറ്റു പ്രതികളെ വീണ്ടും ചോദ്യം ചെയ്യാനാണ് നീക്കം. പ്രതാപിന്റെ ഫോണിലെ വിവരങ്ങൾ ഫോറൻസിക് ലാബിൽ പരിശോധിച്ചു വരികയാണ്. റിപ്പോർട്ട് ലഭിക്കുന്നതോടെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കും. മധുവിന്റെ പങ്കാളിത്തത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. ഫോണിൽ നിന്നും ഡിലീറ്റ് ചെയ്ത സന്ദേശങ്ങൾ ഉൾപ്പെടെ തിരിച്ചെടുക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അതിനിടെ ഇറാനിലുള്ള മുഖ്യപ്രതി മധുവിനെ നാട്ടിലെത്തിക്കാനുള്ള നടപടികളും മുന്നോട്ട് നീങ്ങുന്നു. ഇറാനിലേക്ക് അവയവക്കടത്തിനായി ദാതാക്കളെ കൊണ്ടുപോകുന്നതിനോടൊപ്പം തന്നെ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിലേക്ക് വിദേശികളായ സ്വീകർത്താവിനെ കൊണ്ടുവരുമെന്നും പ്രതാപ് പോലീസിന് മൊഴി നൽകി. സർക്കാരിന്റെ പട്ടികയിൽ 2252 പേർ വർഷങ്ങളായി കാത്തിരിക്കുമ്പോഴാണ് പിൻവാതിൽ വഴി വിദേശികളെ ഇന്ത്യയിലെത്തിച്ച് ശസ്ത്രക്രിയ നടത്തുന്നത്. കേന്ദ്ര ആരോഗ്യവകുപ്പിന്റെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ ഒരു ദിവസം 17 പേർ വീതം അവയവം ലഭിക്കാതെ മരിക്കുന്നു. കേരളത്തിൽ റാക്കറ്റിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ആശുപത്രികളെക്കുറിച്ചുള്ള വിവരം പ്രതാപും സാബിത്തും സജിത്തും വെളിപ്പെടുത്തി. ന്യൂസ് 18 കൊച്ചി. കൊല്ലം കൊട്ടാരക്കരയിൽ യുവ ഡോക്ടർ വന്ദനാദാസ് കൊല്ലപ്പെട്ടതിന് പിന്നാലെ പല ഡോക്ടർമാരും ആശുപത്രി ജീവനക്കാരും ഭയത്തോടെയാണ് ജോലി ചെയ്യുന്നത്. ഏതു നിമിഷവും തങ്ങൾ ആക്രമിക്കപ്പെട്ടേക്കാമെന്ന ചിന്ത പലരെയും അലട്ടുന്നുണ്ട്. കാരണം പല ദിവസങ്ങളിലും ആരോഗ്യ പ്രവർത്തകർക്ക് നേരെയുള്ള അതിക്രമത്തെക്കുറിച്ചുള്ള വാർത്തകൾ കേൾക്കാം. കഴിഞ്ഞ ദിവസമാണ് കൊല്ലം ചിതറയിൽ ഡോക്ടർക്ക് നേരെ ആക്രമണമുണ്ടായത്. മറ്റൊരു രോഗിയെ ചികിത്സിച്ചുകൊണ്ടിരുന്നപ്പോഴായിരുന്നു അതിക്രമം. കൊല്ലത്ത് ഡോക്ടർമാർക്ക് നേരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ചിതറ പഞ്ചായത്ത്
മടത്തറ ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ ലിനിറ്റ പി മെർലിനാണ് അതിക്രമം നേരിടേണ്ടി വന്നത്. OP വിഭാഗത്തിൽ രോഗികളെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടറെ ആക്രമിക്കുകയായിരുന്നു. സംഭവത്തിൽ ശാസ്താംനട സ്വദേശി 34-കാരനായ ബിനുവാണ് പിടിയിലായത്. കഴിഞ്ഞ ദിവസം രാവിലെയായിരുന്നു സംഭവം. ആശുപത്രിയിലെത്തിയ ബിനു OPയിൽ വരി നിന്നവരെ തള്ളിമാറ്റി ഡോക്ടറുടെ അടുക്കലേക്ക് ഓടിക്കയറി ദേഹത്ത് തുപ്പുകയും ആക്രമിക്കുകയുമായിരുന്നുവെന്ന് കണ്ടുനിന്നവർ പറയുന്നു. നോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരാൾ ഓടിക്കൊണ്ടുവന്ന് കൈ ഓങ്ങിക്കൊണ്ട് തുപ്പിയിട്ട് പോയി. അടിച്ചില്ല, അടിക്കാൻ കൈ ഓങ്ങിക്കൊണ്ടാണ് വന്നത്. അപ്പൊ വേറെ ആൾ ഇവിടെ ഇരിക്കുകയായിരുന്നു, പിന്നെ തുപ്പിയിട്ട് പോയി. ആശുപത്രി ജീവനക്കാർ ബിനുവിനെ തടഞ്ഞുവെച്ച് ചിത്ര പോലീസിന് കൈമാറി. തെങ്ങുകയറ്റ തൊഴിലാളിയായ ബിനു മദ്യലഹരിയിലായിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കേരളം. പാർട്ടി ഭരിക്കുമ്പോൾ ഞങ്ങൾ ആരുടെ നെഞ്ചത്തും കൊടികെട്ടും. സാധാരണക്കാരായ ജനങ്ങളുടെ വീടിന് മുന്നിലും വനഭൂമിയിലും കൊടിമരം സ്ഥാപിക്കും. ഇതിനെതിരെ നടപടിയെടുത്താൽ തല്ലിയൊടിക്കുമെന്ന ഭീഷണിയും. ഇങ്ങനെയുള്ള ധാർഷ്ട്യമാണ് ചില സഖാക്കൾക്ക്. പത്തനംതിട്ടയിൽ CITUവിൻ്റെ കൊടിമരം നീക്കം ചെയ്ത വനപാലകരുടെ കൈവെട്ടുമെന്നാണ് ഒരു CPM നേതാവ് ഭീഷണി മുഴക്കിയത്. ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് CITU നടത്തിയ മാർച്ചിലായിരുന്നു കോന്നി തണ്ണിത്തോട് ലോക്കൽ സെക്രട്ടറി പ്രവീൺ പ്രസാദിന്റെ ഭീഷണി. വനഭൂമിയിൽ CITUവിന്റെ കൊടിമരം സ്ഥാപിച്ചതിനെതിരെ വനം വകുപ്പ് കേസെടുത്തതിനു പിന്നാലെയാണ് CPM നേതാവിന്റെ ഭീഷണി. സംഭവവുമായി ബന്ധപ്പെട്ട് CITU പ്രവർത്തകർ കഴിഞ്ഞ ദിവസം ഞള്ളൂർ ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിലാണ് സംഭവം. CPM തണ്ണിത്തോട് ലോക്കൽ സെക്രട്ടറി പ്രവീൺ പ്രസാദാണ് വനപാലകരെ വെല്ലുവിളിച്ച് കൈവെട്ടുമെന്ന് ഭീഷണിപ്പെടുത്തിയത്. നിങ്ങൾ കാടിന്റെ സേവകരാണെങ്കിൽ ആ കാട് സേവിച്ചോടാം. നാട്ടിലിറങ്ങി സേവിക്കാൻ വന്നാൽ എവരെന്നറിയുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. മനോജ് ബുള്ളറ്റിൽ ഇങ്ങോട്ട് വരുന്നല്ലോ, ഇതിനകത്തേക്ക് വന്ന് കയറുമല്ലോ. ആ കയറുന്നതിന് മുമ്പ് വന്നു കഴിഞ്ഞിട്ടാണല്ലോ യൂണിഫോം ഇടുന്നത്. യൂണിഫോമിൽ കയറി തല്ലാത്തത് ഇടതുപക്ഷ പ്രസ്ഥാനം ഈ കേരളത്തിന്റെ മണ്ണിലുള്ളത് കൊണ്ടാ. കഴിഞ്ഞ ദിവസം സീതത്തോട് കൊച്ചുകോയിക്കലിൽ മരം മുറി അന്വേഷിക്കാനെത്തിയ 4 വനപാലകരെ CPM പ്രാദേശിക നേതാവും സംഘവും ആക്രമിച്ചതിനു പിന്നാലെയാണ് പുതിയ സംഭവം. വനപാലകർക്കെതിരെയുള്ള ആക്രമണങ്ങൾക്കും ഭീഷണിക്കുമെതിരെ ഉദ്യോഗസ്ഥർക്കിടയിൽ പ്രതിഷേധവും ശക്തമാണ്. ന്യൂസ് 18 പത്തനംതിട്ട. ജീവിക്കാൻ മറ്റ് യാതൊരു മാർഗവുമില്ലാത്തവരാണ് നമ്മുടെ നാട്ടിൽ ലോട്ടറി വിൽക്കാൻ ഇറങ്ങുന്നത്. അവരുടെ തുച്ഛ വരുമാനം തട്ടിയെടുക്കുന്ന മനസ്സാക്ഷിയില്ലാത്തവരെ എന്താണ് വിളിക്കേണ്ടത്? ആലപ്പുഴ കായംകുളത്ത് ലോട്ടറി ടിക്കറ്റിലെ തീയതി തിരുത്തി തട്ടിപ്പ് നടത്തിയ ഒരു വാർത്തയിലേക്കാണിനി. കായംകുളം പുള്ളിക്കണക്ക് സ്വദേശിയായ ലോട്ടറി വിൽപ്പനക്കാരി മായയാണ് തട്ടിപ്പിനിരയായത്. കായംകുളം ദേശീയപാതയിൽ ചെറക്കടവത്തെ ലോട്ടറി വിൽക്കുന്ന സ്ഥലത്തെത്തിയാണ് വിധവയായ ലോട്ടറി വിൽപ്പനക്കാരിയെ കബളിപ്പിച്ചത്. 5000 രൂപയുടെ വീതം സമ്മാനമടിച്ചെന്ന് പറഞ്ഞ് 2 ടിക്കറ്റ് നൽകിയ ആൾ ഇവരുടെ കയ്യിൽ പണമായുണ്ടായിരുന്ന 6000 രൂപ വാങ്ങി. 2000 രൂപയുടെ ടിക്കറ്റും വാങ്ങി. ബാക്കി 2000 രൂപ പിന്നീട് വാങ്ങാമെന്ന് പറഞ്ഞാണ് ഇയാൾ പോയത്. പുള്ളിക്കണക്ക് കുന്നത്ത് കോയിക്കൽ പടിയിറ്റതിൽ മായയാണ് തട്ടിപ്പിനിരയായത്. ഇവർ ടിക്കറ്റുമായി ടൗണിലെ ലോട്ടറി ഏജൻസിയിൽ എത്തിയപ്പോഴാണ് ടിക്കറ്റ് വ്യാജമാണെന്ന് മനസ്സിലായത്. ലോട്ടറി ടിക്കറ്റിലെ തീയതി മാറ്റി ഒട്ടിച്ചതാണെന്നും തിരിച്ചറിഞ്ഞു. ബൈക്കിൽ ഹെൽമെറ്റ് ധരിച്ച് മഴക്കോട്ടിട്ട് വന്നയാളാണ് തട്ടിപ്പ് നടത്തിയതെന്ന് മായ പറഞ്ഞു. 11 മണി കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് സെയിം ആണോ ടിക്കറ്റ് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആണെന്ന് പറഞ്ഞു. അന്നേരം പ്രൈസ് അടിച്ചത് ടിക്കറ്റ് എടുക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എടുക്കും. ഏതാന്ന് ചോദിച്ചു. അന്നേരം അതിന് ടിക്കറ്റിനകത്ത് നോക്കിയപ്പോൾ പ്രൈസ് ഉണ്ട്. 2000 രൂപയുടെ ടിക്കറ്റും എടുത്ത് 6000 രൂപ എൻ്റെ കയ്യിൽ നിന്ന് പൈസ ആയിട്ട് മേടിച്ച് ബാക്കി 2000 രൂപയ്ക്ക് നാളെ രാവിലെ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ പോയേക്കുക. ഞാൻ പിന്നെ അത് ടെസ്റ്റ് ലോട്ടറി കൊണ്ട് കൊടുത്തപ്പോൾ അവർ പറഞ്ഞത് കളിപ്പ, ഈ ടിക്കറ്റ് അടിച്ച ടിക്കറ്റ് അല്ല. അന്നേരം എനിക്ക് മനസ്സിലായത് ബൈക്കിലാ വന്നത്. ഇവിടെ വന്ന് കുറച്ചു നേരം നിന്നായിരുന്നു. ഹെൽമെറ്റും ഉണ്ടായിരുന്നു, മഴക്കോട്ടും ഉണ്ടായിരുന്നു.
സംഭവത്തിൽ കായംകുളം പോലീസിൽ പരാതി നൽകി. 15 വർഷം മുമ്പ് ഭർത്താവ് മരിച്ച മായ മക്കളെ വളർത്താനാണ് ദേശീയപാതയോരത്ത് ലോട്ടറി വിൽപ്പന നടത്തിവരുന്നത്. നിർധനയായ യുവതിയുടെ അവസ്ഥ കണ്ട് നാട്ടുകാരും പൊതുപ്രവർത്തകരും ചേർന്ന് ബാക്കിയുണ്ടായിരുന്ന ലോട്ടറി ടിക്കറ്റുകൾ വിറ്റ് പണം നൽകി. കായംകുളം. ഗുണ്ടകളെ അമർച്ച ചെയ്യാനുള്ള നീക്കം പോലെ തന്നെ ലഹരി മാഫിയയും പൂട്ടാൻ നമ്മുടെ പോലീസ് സേനയ്ക്ക് കഴിയുമോ? സംസ്ഥാനത്തെമ്പാടും ലഹരി സംഘങ്ങൾ പിടിമുറുക്കുകയാണ്. ഒറ്റപ്പെട്ട സാഹചര്യങ്ങളിൽ ചിലർ പിടിയിലാകുന്നുണ്ട്. മലപ്പുറത്ത് വിൽപ്പനയ്ക്കായി കൈവശം വെച്ച 200 ഗ്രാം ഹാഷിഷോയിലുമായി പൂക്കോട്ടുംപാടം പോലീസും ഡാൻസ് ഓഫ് ടീമും ചേർന്ന് യുവാവിനെ പിടികൂടി. ജോക്കാട് സ്വദേശി മുഹമ്മദ് ഹാഷിറിനെയാണ് അറസ്റ്റ് ചെയ്തത്. വിൽപ്പനയ്ക്കായി കൈവശം വെച്ച 200 ഗ്രാം ഹാഷിഷ് ഓയിലുമായാണ് യുവാവിനെ പൂക്കോട്ടുംപാടം പോലീസും ഡാൻസ് ഓഫ് ടീമും ചേർന്ന് പിടികൂടിയത്. മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നിലമ്പൂർ ഡിവൈഎസ്പി TM വർഗീസിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു പരിശോധന. പൂക്കോട്ടുംപാടം ഹൈസ്കൂളിന് സമീപത്ത് നിന്നാണ് പ്രതിയായ ചോക്കാട് ശ്രാമ്പിക്ക സ്വദേശി ചുള്ളിക്കുളത്ത് മുഹമ്മദ് ഹാഷിർ പിടിയിലായത്. വിപണിയിൽ 1/4 ലക്ഷം രൂപയോളം വില വരുന്ന ഹാഷിഷ് ഓയിൽ ഇടനിലക്കാർക്ക് കൈമാറാനായി ഇവിടെ എത്തിയതായിരുന്നു പ്രതി. 10 കിലോ കഞ്ചാവ് പിടികൂടിയതിന് മുഹമ്മദ് ഹാഷിറിനെതിരെ എക്സൈസിലും കേസ് നിലവിലുണ്ട്. ന്യൂസ് 18 തിരൂർ. ഉയർന്ന ശമ്പളം കിട്ടിയാലും ആർത്തി തീരാത്ത ചില ഡോക്ടർമാരുണ്ട് നമ്മുടെ നാട്ടിൽ. സർക്കാർ ആശുപത്രികളിൽ സേവനം ചെയ്യുന്ന ഇവർക്ക് ഭീമമായ തുക ശമ്പളം ലഭിക്കുന്നുണ്ട്. എന്നാൽ അത് പോരാഞ്ഞിട്ട് പലരും സ്വകാര്യ പ്രാക്ടീസ് നടത്തുകയാണ്. ഇവരെ പിടികൂടാൻ വിജിലൻസ് ഓപ്പറേഷൻ പ്രൈവറ്റ് പ്രാക്ടീസ് എന്ന പേരിൽ വിവിധ സ്ഥലങ്ങളിൽ പരിശോധന നടത്തി. സർക്കാർ ചട്ടം മറികടന്ന് സ്വകാര്യ പ്രാക്ടീസ് നടത്തിയ 64 ഡോക്ടർമാരെ കൈയോടെ പിടികൂടുകയും ചെയ്തു. വിവിധ മെഡിക്കൽ കോളേജുകളിലെ 19 ഡോക്ടർമാരും വിജിലൻസിന്റെ പരിശോധനയിൽ കുടുങ്ങി. പ്രത്യേക ബത്തയും വാങ്ങിയ ശേഷം സ്വകാര്യ പ്രാക്ടീസ് നടത്തുന്ന ഡോക്ടർമാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം. ഇതോടെ ഇന്നത്തെ പോലീസ് പെട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.